PDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷാവസ്ഥയുണ്ടായി. ആ പാവപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട പ്രതിഷേധിക്കാൻ വന്നതല്ലോ. ആ കൊല്ലപ്പെട്ടപ്പോ പ്രതിഷേധിക്കാൻ വന്നതല്ലേ? എന്തിനാ ഞങ്ങളെങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാ വലിച്ചു കൊണ്ടുപോകുന്നത്? പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കയറി. MSF പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചും കവാടത്തിൽ പോലീസ് തടഞ്ഞു. കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും സഹപാഠികളും പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. കമ്മീഷൻ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് എന്ന് തെളിഞ്ഞുവെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ. അവരൊരു ബോഡി ഷെയ്മിംഗ് നടത്തുന്ന ഒരു രീതി ഈ അധ്യാപനം സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇയാളെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. വീണ്ടും തിരിച്ചെടുത്ത് അദ്ദേഹം തന്നെയാണ് ഇപ്പം അനാട്ടമി എന്ന് പറഞ്ഞാൽ ഡെന്റൽ അനാട്ടമിയുടെ HOD ഇപ്പം നിലനിൽക്കുന്നത്. അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അദ്ദേഹം അതൊരു തിരുത്തൽ വരുത്തിയിട്ടില്ല. പൊതുവിൽ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ക്യാമ്പസിൽ നിലവിൽ മൊഴിയുന്ന വിദ്യാർത്ഥികൾ ഗൗരവമായി ചിലയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുവജന കമ്മീഷൻ സംബന്ധിച്ച് ഒന്നുകൂടി 16-ാം തീയതി ഒന്നുകൂടി വന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായും മറ്റ് അധ്യാപകരിൽ നിന്ന് കൂടി മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഗുരുതരമായ ചില വീഴ്ച ക്യാമ്പസിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും 2 ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ ഭാഗത്തും ഉണ്ടായി എന്ന ബോധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊരു ബോഡി ഷെയ്മിംഗ് നടത്തുന്ന ഒരു രീതി ഈ അധ്യാപനം സംബന്ധിച്ചുണ്ട്. CK വിജയൻ വിവരങ്ങളുമായി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. CK, ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മന്ത്രി V. ശിവൻകുട്ടി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ സസ്പെൻഷനിലായ 2 അധ്യാപകരുണ്ട്. അവരെവിടെ? അവരെ ചോദ്യം ചെയ്തോ? എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അവരോട് ചോദിച്ചോ? അങ്ങനത്തെ നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല. 2 പ്രതികളെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ ഒളിവിലാണ് എന്നാണ് പ്രാഥമികമായ വിവരം. പക്ഷേ പോലീസ് അതിൽ കാണിക്കുന്ന ഒരു കാര്യം, അന്വേഷണത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ വ്യക്തികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണ്ടൂ എന്നുള്ളതാണ്. കാരണം ഇതിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വകുപ്പുകളിട്ട് ഗൗരവമേറിയ കേസെടുക്കണമെങ്കിലോ കുറെ കൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ്. അതിന് ഈ സംഘം 2ആയി തിരിഞ്ഞ് ഒരു സംഘം തിരുവനന്തപുരത്തും മറ്റേ സംഘം കണ്ണൂർ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഓഫീസിലുമാണ് ഇപ്പോൾ ഉള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്നും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നു, CCTV തേടുന്നു. ഈ ആത്മഹത്യ ചെയ്ത ദിവസം രാവിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്രിൻസിപ്പലും HODയും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരും ഉണ്ടായിരുന്നു. അത് ലോൺ ആപ്പിൽ നിന്നും പണമെടുക്കുകയും അതിനുശേഷം ലത എന്ന് പറയുന്ന ടീച്ചർക്ക് ആപ്പിൽ നിന്നും ഭീഷണി വരികയും ചെയ്ത സാഹചര്യമുണ്ട്. അതിൽ ഉത്തരവാദി നിതിൻ രാജാണ്. അതുകൊണ്ട് ആ വിശദാംശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ആ മുറിയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. ആ കാര്യമാണ് മരണത്തിനുള്ള ഇമ്മീഡിയറ്റ് ആയ കാരണമെന്നും പോലീസ് കരുതുന്നു. അതുകൊണ്ട് ആ തെളിവുകളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ നിതിൻ രാജ് നേരെ മരണത്തിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം നടന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന അധിക്ഷേപങ്ങളെല്ലാം തന്നെ ഇതിനു മുൻപ് നടന്നതാണ്, ഇതിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥ കാരണം എന്ത് എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കൂ എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നൽകിയത്.